ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രണ്ട് കോമൺ എക്സ്പ്രഷൻസ് ആണ്. ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താണ് ആ കോമൺ എക്സ്പ്രഷൻസ് എന്നല്ലേ? എ നമ്പർ ഓഫ് ആൻഡ് ദ നമ്പർ ഓഫ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യം എ നമ്പർ ഓഫ് ഇത് നോക്കാം. എ നമ്പർ ഓഫ് എന്നത് ഒരു ക്വാണ്ടിഫയർ ആണ്. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എ നമ്പർ ഓഫ് എന്നാൽ മെനി, ലോട്ട്സ് ഓഫ്, എ ലോട്ട് ഓഫ് എന്നൊക്കെ മീനിങ് പറയാം. പിന്നെ ഇതിനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. ആ നമ്പർ എത്രയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കൃത്യമായ ആ നമ്പർ നമുക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ, എ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ മെനി ബോയ്സ്. അത് എത്രയാണ്? അത് 10 ആണോ, 15 ആണോ, 20 ആണോ, ഒന്നും അറിയില്ല. എ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ മെനി ബോയ്സ്. എ നമ്പർ ഓഫ് ഗേൾസ്, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എ നമ്പർ ഓഫ് ടീച്ചേഴ്സ്, എ നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, അങ്ങനെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺ ആണ്. ബോയ്സ്, ഗേൾസ്, സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന പ്ലൂറൽ നൗൺസ് അല്ലേ? അപ്പോൾ എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗൺ ആണ്. എ നമ്പർ ഓഫ് ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഒരുപാട് കുട്ടികൾ, കുറേ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ പ്ലേയിങ്, എ നമ്പർ ഓഫ് ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ആർ എന്നത് ഒരു പ്ലൂറൽ വേർബ് ആണ്. അപ്പോൾ എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ഉപയോഗിക്കണം, അതുപോലെ തന്നെ പ്ലൂറൽ വേർബും ഉപയോഗിക്കണം. എ നമ്പർ ഓഫ് ഗേൾസ് ആർ സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ. കുറച്ച് പെൺകുട്ടികൾ, മെനി ഗേൾസ് ആർ സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ ഇരിക്കുകയാണ്. അവിടെയും ആർ ഉപയോഗിച്ചു. എ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് were present at the conference hall. കോൺഫറൻസ് ഹാളിൽ ഒരുപാട് ഡോക്ടേഴ്സ് പ്രസൻ്റ് ആയിരുന്നു. എ നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അപ്പോൾ എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ പ്ലസ് പ്ലൂറൽ വേർബ് തന്നെയാണ് അവിടെയും ഉപയോഗിച്ചത്. വേർ എന്നത്, വാസ് എന്നല്ല ഉപയോഗിച്ചത്. എ നമ്പർ ഓഫ് കാർസ് were parked in the parking lot. ഒരുപാട് കാറുകൾ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേർ പാർക്ക്ഡ്. അപ്പോൾ വേർ എന്നത് പ്ലൂറൽ വേർബ് ആണ്. പ്ലൂറൽ വേർബ് അതല്ലെങ്കിൽ നമുക്ക് വാസ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇത് വേർ ഉപയോഗിച്ചു, അപ്പോൾ പ്ലൂറൽ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ഉപയോഗിക്കണം, അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തിട്ട് പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. ഇനി വേറൊരു സെൻറ്റൻസ്, എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് ബിക്കം ഹെൽത്ത് കോൺഷ്യസ്. ഒരുപാട് ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്, ആരോഗ്യത്തെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. ഹാവ് ബിക്കം എന്നാണ്, ഹാവ് എന്നാണ് ഉപയോഗിച്ചത്. അത് ഒരു പ്ലൂറൽ വേർബ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഹാസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഹാവ് ഉപയോഗിച്ചത് പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം എന്ന് ഉള്ളതുകൊണ്ടാണ്. എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് ബിക്കം ഹെൽത്ത് കോൺഷ്യസ്. ഇനി നമുക്ക് ദ നമ്പർ ഓഫ് നോക്കാം. ദ നമ്പർ ഓഫ് എന്ന് ഉപയോഗിക്കുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നമ്പറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു സിംഗിൾ നമ്പർ തന്നെയാണ്. കൃത്യമായ ഒരു നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് ഗേൾസ് സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ വാസ് 20. 20 ഗേൾസാണ് ഗാർഡനിൽ ഇരുന്ന പെൺകുട്ടികളുടെ എണ്ണം. ദ നമ്പർ ഓഫ് ഗേൾസ് സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ വാസ് 20. 20 എന്ന് കൃത്യമായ ഒരു നമ്പറുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദ നമ്പർ ഓഫ് ഗേൾസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺ തന്നെയാണ്, ഗേൾസ് എന്നാണ്. പ്ലൂറൽ നൗൺ തന്നെയാണ് ദ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ദ നമ്പർ ഓഫ് ഗേൾസ് സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ വാസ് എന്നാണ് ഉപയോഗിച്ചത്, വേർ എന്നല്ല. അപ്പോൾ അവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ബോയ്സ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് വാസ് 50. കുട്ടികൾ, അതായത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടികളുടെ എണ്ണം 50 ആണ്. ഇവിടെ ദ നമ്പർ ഓഫ് ബോയ്സ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് വാസ് 50 എന്നാണ്. വാസ് എന്നാണ് ഉപയോഗിച്ചത്. സിംഗുലർ വേർബാണ്, പ്ലൂറൽ വേർബ് അല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ
ദ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺ ആണെങ്കിൽ പോലും പിന്നീട് ഉപയോഗിക്കേണ്ടത്, അത് ഫോളോ ചെയ്ത് വരുന്നത് സിംഗുലർ വേർബാണ്. ദ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ കോൺഫറൻസ് ഹാൾ ഈസ് 10. കോൺഫറൻസ് ഹാളിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ എണ്ണം 10 ആണ്. അപ്പോൾ അവിടെ ഈസ് എന്നാണ് ഉപയോഗിച്ചത്. ഡോക്ടേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലൂറൽ നൗൺ ആണ്. പക്ഷേ നമ്മളത് ഫോളോ ചെയ്തിട്ട് ഈസ് എന്നാണ് ഉപയോഗിച്ചത്, ആർ എന്നല്ല. അപ്പോൾ ദ നമ്പർ ഓഫ് ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ നൗൺ കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ നമ്പർ ഓഫ് ഗേൾസ് വേർ. അതേസമയം ദ നമ്പർ ഓഫ് ഗേൾസ് സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ വാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം വളരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് പ്ലൂറൽ വേർബ് ആണ്. ദ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇനി ഒരു എക്സാമ്പിൾ, എ നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് റിട്ടൺ എബൌട്ട് ദ പ്രോജക്റ്റ്. ഒരുപാട് ആളുകൾ ആ പ്രോജക്റ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗൺ പ്ലസ് പ്ലൂറൽ വേർബ് തന്നെയാണ്. അപ്പോൾ എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് റിട്ടൺ എന്നാണ് വേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി, ദ നമ്പർ ഓഫ് പീപ്പിൾ ലൈൻഡ് അപ്പ് ഫോർ ദ ടിക്കറ്റ്സ് ഡാഷ് 400. ടിക്കറ്റിന് വേണ്ടി ലൈനായിട്ട് നിന്നിരുന്ന ആളുകളുടെ എണ്ണം 400 ആണ്. ഇവിടെ ഈ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് വാസ് ആണോ വേർ ആണോ എന്നാണ് അറിയേണ്ടത്. ദ നമ്പർ ഓഫ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് എഴുതുക.